ഭവാനി മാഡം എത്തിയാ? എന്തുവാ വെച്ചേ? പേര് പറഞ്ഞു വിളിക്കാനേ നിന്റെ മടിയിലിരുത്തിയാന്ന് എനിക്ക് പേരിട്ടത്. ഏട്ടാ മര്യാദക്ക് ഇരുന്നോണം കേട്ടോ. എന്തോന്നടേ ഭയങ്കര കലിപ്പിലാണല്ലോ. ഗൗരി, ഇവിടെ നിൽക്കുന്നേക്കാളും നല്ലത് വേറെ എവിടെയെങ്കിലും പോന്നേ. പാറു, നീ എന്റെ ശരിക്കും മേടിക്കേ. ശരിക്കും സോറി. பாரு நீ பேசாம இரு. அம்மா வந்து ரொம்ப கலிப்பு மூட்ல இருக்காங்க. அடி வாங்க போற அம்மாட்ட. അമ്മ അമ്മ പടവലത്തിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പടവലത്ത് എന്ത് പ്രശ്നം? പ്രശ്നം മൊത്തം ഇവിടെ ഇല്ലയോ? ഇവിടെ എന്തോ പ്രശ്നം? എന്ത് പ്രശ്നം? என்னம்மா பிரச்சனை சொல்லுங்க. എന്ത് കുഴപ്പം ഇല്ലാത്ത? സോഷ്യൽ മെന്റലേ കൂടിയാലും കുഴപ്പമാ. അമ്മ സോഷ്യൽ മെന്റൽ അല്ല, സോഷ്യൽ മെന്റാലിറ്റി. എന്ത് മെന്റാലിറ്റി ആയാലും അത് കൂടിയാലും ഇച്ചിരി കുഴപ്പമാന്നേ പറഞ്ഞുള്ളൂ. അമ്മ ഇതെന്തോന്നമ്മ വാലും തുമ്പും ഇല്ലാതെ സംസാരിക്കണേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ. ഞാൻ എപ്പോഴും പറയണല്ലേ ഇങ്ങനെ സംസാരിക്കില്ലെന്ന്. തുറന്നു പറഞ്ഞാലേ നിങ്ങൾ എല്ലാരും കുറ്റക്കാരാവും. அது எப்படி அம்மா நாங்க எல்லாரும் குற்றக்காராவும் சொல்றீங்க? நாங்க என்ன தப்பு பண்ணோம் சொல்லுங்க. പിള്ളേരല്ലയോ കൂട്ടുകാരല്ലയോ എന്നൊക്കെ വിചാരിച്ചപ്പോഴേ ഇപ്പൊ അതും കടന്നങ്ങ് പോവുക. നിലയ്ക്ക് നിർത്തേണ്ടത് സമയമായി. എന്തോന്നാണ് അമ്മ ഈ പറയണേ? വാലും തുമ്പും ഇല്ലാതെ ഓരോന്നങ്ങ് സംസാരിച്ചോളൂ. ഞാൻ പോണത്. അമ്മായി ശേഷോണ്ട് ആരെയോ പറയുന്നേ? ആ, അപ്പൊ കാര്യം മനസ്സിലായില്ലയോ? അതെങ്ങനാ? ഇതൊക്കെ കണ്ടില്ലേ വളരുന്നത്. അവസാനം അമ്മൂമ്മയുടെ കുഴപ്പം കൊണ്ടാന്ന് പറയാതിരുന്നാ മതി. അമ്മ ഇതോന്ന് അമ്മ. ആ മെർലിൻ കൊച്ച് ഇവിടെ വരുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാ. ഇപ്പോഴത്തെ പിള്ളേരല്ലയോ കൂട്ടുകാരല്ലയോ ഒന്നിച്ച് നടക്കുന്നതിനും എടുക്കുന്നതിനും ഒന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സോഷ്യൽ മെന്റാലിറ്റി എന്നൊക്കെ അല്ലേ പറയുന്നത്. പക്ഷെ ഇപ്പം കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ല. என்னம்மா இது? அவங்க തമ്മില കൂട്ടുകാരാന്നല്ലേ പറഞ്ഞു വരുന്നത്. എന്തോന്നമ്മ ഇവിടെ ഇത്രയും നടന്നിട്ട് അമ്മയ്ക്ക് തീരെ അങ്ങ്. ഹായ് മെർലിൻ. ഹായ് ആന്റി. ഹായ്ഡാ. ഹായ് അമ്മായി. റോഡിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി അങ്ങ് സംസാരിച്ചോണ്ട് നിൽക്കും. വീട്ടിൽ കയറണമെന്നൊന്നും ഇല്ല. അമ്മായി സംഭവം തരുന്ന് വെച്ചാല് കനാൻഡി കേക്കണം. സംഭവേ നമ്മുടെ അമ്മൂമ്മേ പടവലത്തൊന്നും വരികയായിരുന്നു. അപ്പൊ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി. നമ്മളവിടെ നിന്ന് എന്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മളൊന്നും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അമ്മൂമ്മ അതിൽ കൂടെ പോയാൽ നമ്മൾ കാണൂലല്ലോ. ശരിയാണ്, അത്തരം സന്ദർഭങ്ങളിൽ കാണൂല. അമ്മായി കണ്ടിന്യൂ. അങ്ങനെ നമ്മൾ അമ്മൂമ്മയെ കാണാത്തത് കൊണ്ടും അമ്മൂമ്മയടുത്ത് സംസാരിക്കാത്തത് കൊണ്ടും ഉള്ള വൈക്ലഭ്യമാണ് അമ്മൂമ്മ ഇപ്പം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. അതാണ് സംസാരത്തിലുള്ള വ്യത്യാസം. ഓ അമ്മൂമ്മേ, പിന്നെ പടവലത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? പടവലത്ത് എന്ത് വിശേഷം? വിശേഷം മുഴുക്ക ഇവിടെ ഇല്ലയോ? ഇവിടെ എന്ത് വിശേഷം അമ്മ? ആ, അറിഞ്ഞില്ലയോ? അങ്ങ് തക്കലേന്ന് കുണ്ടണിമങ്കയും കുമാരസ്വാമിയും വെള്ളിക്കുതിര വരുന്നുണ്ട് ഇങ്ങോട്ട്. அப்படியா? എപ്പിടിയാ? എന്തോന്നത് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കുറച്ചുപേര് ഇങ്ങോട്ട് വരണമെന്ന്. அப்படின்னா நான் ஸ்பெஷல் ஏதா பண்ணலாம்ல? എടാ അമ്മൂമ്മ എന്തൊക്കെയാ പറയണേ? നമ്മൾ പറഞ്ഞൊക്കെ കേട്ടാണോ? നമ്മൾ അവിടെ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളൊന്നും പറഞ്ഞില്ല. എന്നാലും കേശുവേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് കാര്യം പറ. എന്ത് സംഭവിച്ചെന്ന്? എന്റെ അമ്മായി നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ ഒരാൾ അതിൽ കൂടെ നടന്നു പോയിക്കാൻ നമ്മൾ കാണൂല. അങ്ങനെ കാണാതിരുന്ന അതൊരു തെറ്റാണോ? ചേട്ടാ നിങ്ങൾ എന്താ സംസാരിച്ചേ? ഞങ്ങളൊന്നും സംസാരിച്ചില്ല. നീ പരീക്ഷയ്ക്ക് തോക്കാതെ നോക്കിക്കോ. നീ സെക്കൻഡ് ഇയറിന് തോറ്റെന്നാന്നല്ല എല്ലാരും പറയുന്നേ. സെക്കൻഡ് ഇയറാ? ആ, അമ്മൂമ്മ തേർഡ് സെമസ്റ്ററിന് എനിക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞു. തോറ്റില്ല, മാർക്ക് കുറഞ്ഞതേ ഉള്ളൂ. എന്നാ തോറ്റെന്നാ ഇവിടെ എല്ലാരും പറഞ്ഞേക്കുന്നത്. നിന്നെ കൊണ്ട് വേറെ ഒന്നിനും കൊള്ളത്തില്ല. ആകെ കൊള്ളാവുന്ന പഠിക്കാനാ. പിന്നെ ലോകത്തില്ലാത്ത കുറെ സൗഹൃദം, പിന്നെ ന്യൂജൻ ബോണ്ടിങ്ങും. അമ്മ പോണ്ടിങ് അല്ല, ബോണ്ടിങ്. BONDING. ഓ, ഒരു മദാമ വന്നേക്കുന്നു. എല്ലാം കൊണ്ടും പഠിത്തം കൊണ്ടുപോയി തൊലച്ചു. അമ്മ എന്താണ് പെട്ടെന്ന് ഇവന്റെ പഠിത്തത്തെ കുറിച്ച് അമ്മയ്ക്ക് അഗാധമായ ഒരു ഉത്കണ്ഠ? അവന്റെ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവന്റെ എല്ലാ കാര്യത്തിലും അഗാധമായ ഉത്കണ്ഠയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഉത്കണ്ഠ എങ്ങനെ ഇരിക്കും? കൽക്കണ്ടം പോലിരിക്കോ? നിന്നെ ഞാനുണ്ടല്ലോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.